ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ മെഷീൻ ഉപയോഗിച്ച് അംബ്രല കട്ടിൻ്റെയൊക്കെ അടിഭാഗം, അംബ്രല കട്ടിങ് കുർത്തികളുടെ അടിഭാഗത്ത് എങ്ങനെ അടിക്കാമെന്നാണ്. അത് സിംഗിൾ മെഷീനിൽ ചെറുതാക്കി അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് നമ്മൾ എങ്ങനെ സിംഗിൾ മെഷീൻ യൂസ് ചെയ്ത് ചെറുതാക്കി അടിക്കാമെന്നാണ്. അതുപോലെ തന്നെ ഒരു അരയിഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് അതിൻ്റെ അരികത്ത് കൂടി ചെറുതാക്കി അടിക്കുക. നമുക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. അതിൻ്റെ അരികത്ത് കൂടി തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇത് കുറച്ച് അധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാലും സിംഗിൾ മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടും. നമ്മളിങ്ങനെ അരികത്തുകൂടി അടിക്കുക. ഇതേപോലെ ഇരിക്കുക. ഇത്രയും ഗ്യാപ്പിട്ടേ നിങ്ങൾ അടിക്കാവുള്ളേ. എന്നാലായിരിക്കും കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക. അങ്ങനെ അടിച്ചെടുക്കണേ. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരികിലോട്ട് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ അരയിഞ്ച് എടുത്ത കാരണം കുറച്ചുണ്ടാവുമല്ലോ, അത് നമ്മൾ വെട്ടിക്കളയുക. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കൈ കൊണ്ട് വെട്ടണതുകൊണ്ടാണ്, അത് അതിൽ വെച്ച് വെട്ടണതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് വെട്ടാൻ പറ്റാത്തത്. നിങ്ങൾ നന്നായിട്ട് അത് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചീത്ത ഭാഗത്തേക്ക് മടക്കി ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച്, എന്നിട്ട് അതിൻ്റെ ഇച്ചിരി ഗ്യാപ്പ് അരികിലൂടെ അടിച്ചെടുക്കുക നിങ്ങൾ. അങ്ങനെ അരികിലൂടെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇത്രയും നന്നായി ഇങ്ങനെ ഇതേപോലെ കിട്ടും. നമ്മൾ അല്ലാണ്ട് സാധാരണ രീതി മടക്കി അടിക്കുകയാണെങ്കിൽ ഇച്ചിരി മടങ്ങി ചുളുങ്ങിയൊക്കെ ഇരിക്കും. ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നന്നായിട്ട് പെർഫെക്ഷനിൽ കിട്ടുമേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ മെഷീൻ ഉപയോഗിച്ച് അംബ്രല കട്ടിൻ്റെയൊക്കെ അടിഭാഗം, അംബ്രല കട്ടിങ് കുർത്തികളുടെ അടിഭാഗത്ത് എങ്ങനെ അടിക്കാമെന്നാണ്. അത് സിംഗിൾ മെഷീനിൽ ചെറുതാക്കി അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് നമ്മൾ എങ്ങനെ സിംഗിൾ മെഷീൻ യൂസ് ചെയ്ത് ചെറുതാക്കി അടിക്കാമെന്നാണ്. അതുപോലെ തന്നെ ഒരു അരയിഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് അതിൻ്റെ അരികത്ത് കൂടി ചെറുതാക്കി അടിക്കുക. നമുക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. അതിൻ്റെ അരികത്ത് കൂടി തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇത് കുറച്ച് അധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാലും സിംഗിൾ മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടും. നമ്മളിങ്ങനെ അരികത്തുകൂടി അടിക്കുക. ഇതേപോലെ ഇരിക്കുക. ഇത്രയും ഗ്യാപ്പിട്ടേ നിങ്ങൾ അടിക്കാവുള്ളേ. എന്നാലായിരിക്കും കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക.